ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പോത്താനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പോത്താനിയിൽ ഒരു 43 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ബിൽഡിങ്ങും. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് കേട്ടോ. കമ്പനിയാണ്. നമുക്ക് ടാറിങ് റോട്ടിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ളൊരു കമ്പനിയാണ്. നമുക്ക് ഇതിന് ഏകദേശം ഒരു 200 അടിയോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ടാറിങ് റോഡല്ല, ടാറിങ് ചെയ്യാനായിട്ട് മെറ്റൽ വിരിച്ച് വേണം. അപ്പോൾ നമുക്ക് ഈ പറമ്പിനും കമ്പനിയും കുറിച്ച് അറിയാം. നമുക്ക് ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് നല്ല വിരിവ്, അതായത് നമുക്കൊരു 20 സെൻറ്റോളം നമുക്ക് ഫ്രണ്ടേജ് തന്നെ ഇങ്ങനെ ഓപ്പൺ പ്ലേസ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഈ കാണുന്നത് ഈ വിറക് കിടക്കണുണ്ടില്ലേ, നല്ലതായിട്ട് നമുക്ക് വലിയ വലിയ വണ്ടികളെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ കാണുന്ന വീടും മുകളിൽ ട്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്കിൽ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഗോഡൗൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഗോഡൗൺ കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡൗൺ ഉണ്ട്. പിന്നെ ഇവിടെ ബാക്കിലെ കമ്പനിക്കുള്ളൊരു എൻട്രൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രില്ലിട്ടിട്ട്. പിന്നെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇത് ചെയ്യണ്ട, ഇങ്ങനെ ചിമ്മിണി പുക പോകാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 43 സെൻറ്റാണ് കേട്ടോ ടോട്ടൽ ഇത് വരുന്നത്. ബാക്ക് ഈ കാണുന്നത് കണ്ട, ബാക്കിൽ ഇങ്ങനെ മതിലല്ല, എന്നാലും ഇങ്ങനെ ആസ്പെറ്റോസിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് കോമ്പൗണ്ട് വാൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ. ഇനി ഈ പ്രോപ്പർട്ടി ആർക്കെങ്കിലും എടുത്തിട്ട് വല്ല വില്ല പ്രൊജക്റ്റിന് ഈ കമ്പനിയും വേണ്ട വീടും വേണ്ട, അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വില്ല പ്രൊജക്റ്റിന് വേണമെങ്കിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. കമ്പനിയായിട്ട് വേണമെങ്കിൽ ലൈസൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കത് പുതുക്കിയിട്ട് കമ്പനിയുടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. 3 ഫേസ് കണക്ഷനാണ് ഉള്ളത് ഇതിന് ഓൾറെഡി. അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി വീടിൻ്റെ അകം കാണാം കേട്ടോ. കാർ പോർച്ച്, ഇതിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് ഇരുമ്പ് കോണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ വീടിന് ഉള്ളത് 3 ബെഡ്റൂം വീടാണ് കേട്ടോ. ഇത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഹാള്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം. ഓക്കെ, വീണ്ടും ലെഫ്റ്റ് സൈഡിൽ തന്നെ സെക്കൻഡ് ബെഡ്റൂം. എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം തന്നെയുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വീണ്ടും റൈറ്റ് സൈഡിൽ എന്താ നോക്കാം, ഇതൊരു കിച്ചനാണ് കേട്ടോ. കിച്ചനാണ്. ഇനി ഇതിൻ്റെ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്, വാഷ് ബേസിൻ. പിന്നെ ഇവിടെ എന്തോ മെഷീനറി വർക്ക് ഏരിയ പോലെയുള്ള സ്പേസിൽ എന്തോ മെഷീനറിയൊക്കെ ഉണ്ട്. എനിക്കാണത് ഇത് പാക്കിങ് ഇതൊക്കെ ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ മെയിനായിട്ട് ചിപ്സിൻ്റെ പരിപാടി നടന്നതെന്ന് പറഞ്ഞേട്ടാ. ഇവിടെ പാക്കിങ്ങിൻ്റെയും അതുപോലെ ഇവിടെ കബോർഡുകളും ചെറിയ ചെറിയ കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മെയിൻ സ്ഥലം പറയുന്നത് ഇതാണ് കേട്ടോ, ചിപ്സിൻ്റെ ഇവിടെ മെയിനായിട്ട് നടന്നേക്കണം കേട്ടോ ബിസിനസ്. അപ്പോൾ ഫുള്ള് ഷീറ്റൊക്കെ ഇട്ടത് കണ്ടില്ലേ, ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്.
ഇവിടെ 2 സ്റ്റോർ റൂമുണ്ട്. അതിൻ്റെ പാക്കിങ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കവറുകളൊക്കെ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ഡൈയും അതാ. ഇവിടെ വാഷിങ്ങിൻ്റെ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ പവർ പോയിൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് മെഷീനറികൾക്ക് പവർ പോയിൻ്റ്. ഇവിടെ ഇതിൻ്റെ മറ്റേ അടുപ്പുകൾ, വലിയ അടുപ്പുകളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? പിന്നെ ചിപ്സ് ഇത് കണ്ട വലിയ ഉരുളി ചട്ടി കണ്ടില്ലേ? പിന്നെ ചിപ്സിൻ്റെ ഷോക്കേഴ്സുകൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൻ്റെ വലിയ 10 അടി 8 അടി സ്ക്വയറിലുള്ള ടേബിളുകൾ, ഗ്ലാസിൻ്റെ ഷോക്കേഴ്സുകൾ എല്ലാം ഇതിനകത്തുണ്ട്. ഫ്രിഡ്ജ്, പിന്നെ ഐറ്റംസുകളൊക്കെ കുറേ ഉണ്ട്. എന്താണെന്ന് അറിയാനില്ല. പിന്നെ ഇതൊക്കെ വറുത്ത് വയ്ക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ട്. പിന്നെ ഇതിവിടെ വലിയ മെഷീനുണ്ട്. എന്ത് മെഷീനാണെന്ന് അറിയില്ല, വറക്കണത് തന്നെയാണ് തോന്നുന്നു. കണ്ടോ? അപ്പോൾ ഈ സെറ്റപ്പിൽ സംഭവം നമുക്ക് തരും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ. ഓക്കെ, അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും പറയണില്ല. 95 ലക്ഷം മാത്രം പറയണുള്ളൂ. 43 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന സംഭവങ്ങൾ, അതായത് ഈ കമ്പനിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പനിയായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വില്ല പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാശ്. ഇവിടെ ഭൂമി വിലയുള്ള ഏരിയ കേട്ടോ. നമ്മുടെ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ഇടതിരിഞ്ഞ് വഴി വരാണെങ്കിൽ 5 കിലോമീറ്റർ, നമുക്ക് ഷോർട്ട് കട്ട് വഴി വരാണെങ്കിൽ 3 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 95 ലക്ഷം രൂപ പറയണുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡാട്ടോ അത്. പിന്നെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സാധനങ്ങളും നമ്മുടെ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ മോട്ടോർ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകൾ ഭാഗം കൂടി ഒന്ന് കയറി കാണിച്ചു തരാം ഞാൻ. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ താമസം ബിസിനസ്സും കൂടി ആക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ മുകളിൽ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ വേണ്ട എന്തോ വലിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടച്ചിട്ടേക്കാണ്. കണ്ടില്ലേ? എന്തോ വലിയ മെഷീനറി എന്തിട്ടാണ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ഉള്ളിലും മെഷീനറി കണ്ട, അതിൻ്റെ ഉള്ളിലുണ്ട് അടച്ചിട്ടേക്കാതെ കണ്ട. അവിടുന്ന് പുറത്തുനിന്ന് ഡോറൊക്കെ ആയിട്ട് അതിനുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത വീഡിയോസും ഇതിലൊരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളത്തിനൊന്നും ടൈറ്റൊന്നുമില്ല. ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അതുപോലെ വെള്ളം കയറാത്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെ വെള്ളം കയറി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും വെള്ളം കയറാത്ത നല്ല സ്ഥലം. നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം, ബിസിനസ് ചെയ്യാം, താമസിച്ചുകൊണ്ട് തന്നെ ബിസിനസ്സും കമ്പനിയൊക്കെ ഒരുമിച്ച് നടത്താം. ഓക്കെ, താങ്ക് യു.